ഗൈസ് അപ്പോൾ വെൽക്കം ടു ബാക്ക് ഗാരേജ്. അപ്പോൾ നമ്മൾ പുതിയൊരു ബസ്സാണ് ഗൈസ്. ഇതിപ്പോൾ പുതിയ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീരിയർ സീറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുന്ന നമ്മുടെ ഒരു ആദ്യത്തെ ഒരു ടൂറിസ്റ്റ് ബസ്സാണ് ഗൈസ്. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ടൂറിസ്റ്റ് ബസ്സിൽ സീറ്റ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഒരു ബസ്സാണ് ഗൈസ് ഇത്. അപ്പം എനിക്കിപ്പോൾ ഈ ബസ് ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു പണിയാൻ ഗൈസ്. അപ്പോൾ സീറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നൊരു വണ്ടിയാണ്. ഇനി ഒരു സീറ്റ് വെച്ച് കുറച്ച് വണ്ടികൾ ഇറങ്ങാനുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോസ് ഉടനെ വരുന്നതായിരിക്കും ഗൈസ്. അപ്പം ഈ വണ്ടി എങ്ങനെയുണ്ടെന്ന് ഗൈസ് നിങ്ങൾ പറയുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ വണ്ടി. ഇതിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് കുറച്ച് ഡീറ്റെയിൽ കുറച്ച് കൂടുതലുള്ള മോഡലാണ്. അതേപോലെ ഇൻറ്റീരിയർ നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ ടൂറിസ്റ്റ് ബസ്സാണ്. അതേപോലെ തന്നെ ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ സാധാരണ നമ്മൾ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ ചില കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കി വിടേണ്ടി വന്നിട്ടുണ്ട്. ചില കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാബിനിലുള്ള കുറച്ച് ഡീറ്റെയിൽസാണ് ജസ്റ്റ് പെട്ടെന്ന് സെറ്റപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ വണ്ടി ഫുൾ വർക്ക് കഴിഞ്ഞ് കിടക്കുകയാണ്. ഇനിയിപ്പോൾ ഇന്ന് ഡെലിവറി ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് കൊണ്ട് കൊടുക്കും, ആൾക്കാർ വരും ഗൈസ്. കൊല്ലത്തേക്കാണ് വന്നത്. ഗൈസ് ഇതാണ് വണ്ടി. ഇതൊരു BMR ബോഡിയിൽ വരുന്ന ഒരു വേഗ ഫ്രണ്ടുള്ളൊരു വണ്ടിയാണ്. ഈ വണ്ടി പണിയാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു പണിയാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വണ്ടി. ഗൈസ് മിറേഴ്സ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പറയുകയാണെങ്കിൽ ക്യാബിൻ്റെ കാര്യം പറഞ്ഞതാണ് ഗൈസ്. ജസ്റ്റ് സ്റ്റിയറിങ്ങും സംഭവമൊക്കെ ജസ്റ്റ് ഒന്ന് തട്ടിക്കൂട്ടി പെട്ടെന്ന് സെറ്റപ്പ് ചെയ്ത്, ലെവലൊന്നും നോക്കിയില്ല, പെട്ടെന്ന് സെറ്റ് ചെയ്ത് കിട്ടും. അതേപോലെ തന്നെ ടോപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ പറയുകയാണെങ്കിൽ അവരുടെ പേര് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പേരാണ്, കുറച്ച് കഷ്ടപ്പെട്ട്. പിന്നെ എഡിഷൻ നെയിം, പിന്നെ അതേപോലെ ഡിസൈന് ഫ്രണ്ടിൽ വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്പർ പ്ലേറ്റ്, ഓയിലമ്പ്, ഈ കുഞ്ഞൊരു ഡിസൈന് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുമ്പം വീൽ ക്യാപ്സ് ബാക്കിലും കൊടുത്തിട്ടുണ്ട്. അതേപോലെ മഡ് ഫ്ലാപ്പ് നമ്മൾ വണ്ടിക്കും കൊടുക്കാത്തതാണ്, ഈ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം ഇതിനാണ് ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ബ്രാൻഡ് ലോഗോ ബ്രാൻഡ് അതൊന്നും ആയിട്ടില്ല. പിന്നെ ഇതേപോലെ ഒരു കമ്പിയുടെ ചെറിയൊരു ഹാൻഡിൽ പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സാധാ BMRൻ്റെ തൊട്ട് ഓപ്പൺ ഔട്ടായിട്ടുള്ള സെറ്റപ്പ്. പിന്നെ ഒരു വണ്ടിയിൽ ചെയ്യാത്ത ഒരു സംഭവമാണ് AC ഹുഡ്, അത് ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ത് സ്പെഷ്യലായിട്ട് പിന്നെ മെയിൻ ഇൻറ്റീരിയർ സീറ്റ് കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ജസ്റ്റ് പെട്ടെന്ന് സെറ്റപ്പ് ചെയ്തെടുത്ത്, നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ പെട്ടെന്ന് അങ്ങ് സെറ്റപ്പ് ചെയ്തെടുത്ത്. ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് സെറ്റപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെയിറ്റ് ഉണ്ട് ഗൈസ്, സീറ്റും കാര്യങ്ങളും വരുന്നതുകൊണ്ട്. പിന്നെ അതേപോലെ ബാറ്ററി ബാക്കിലാണ് ഗൈസ്. ഇതാണ് ഇവരുടെ ഡീറ്റെയിൽസ്. പിന്നെ ടൂർ ആവശ്യങ്ങളുണ്ടെങ്കിൽ വിളിച്ചോളൂ. ചെറിയൊരു പ്രൊമോഷൻ ഗൈസ്. ഇതാണ് നമ്മൾ 2 ബാറ്ററിയിലാണ് കണക്ഷൻ വരുന്നത്. അതിൻ്റെ സംഭവം ഞാൻ കാണിക്കാം, ലൈറ്റിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ലൈറ്റ് 2 കണക്ഷനാണ് വരുന്നത്. ഈ ഒന്നെന്ന് പറയുന്നത് ഇൻഡിക്കേറ്റർ, ഫ്രണ്ടും ബാക്കും തമ്മിൽ ഇൻഡിക്കേറ്ററും, പിന്നെ ഉള്ളിൽ വരുന്ന ഒരു ബില്ലറ്റ് ലൈറ്റ് 2 അതിൻ്റെ കണക്ഷനാണ് ഗൈസ്. ഉണ്ടോ ഗ്ലാസിൻ്റെ ഇത് റിഫ്ലക്ഷൻ കാരണം ക്ലിയർ അല്ല, ഞാൻ നൈറ്റ് വീഡിയോ എടുക്കുമ്പോൾ കൃത്യമായിട്ട് കാണിച്ചു തരാം ഗൈസ്. പിന്നെ ചെറിയ 2 സ്പീക്കർ കൊടുത്തിട്ടുണ്ട്, അവിടെ ഒഴിഞ്ഞിടുന്നതുകൊണ്ട് ഞാൻ കൊടുത്തതാണ്. പിന്നെ വരുന്ന കണക്ഷൻ എന്ന് പറഞ്ഞാൽ പാർക്ക് ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, ഫ്രണ്ട് ഹെഡ് ലാമ്പ്, ഇത്രയാണ് ഗൈസ്. ബാക്കി വരുന്നതെന്ന് പറഞ്ഞാൽ ബാക്കി ഇപ്പുറ സൈഡ് അതുപോലെ തന്നെ എക്സെപ്റ്റഡ് പാർക്ക് ലൈറ്റ് കാര്യങ്ങൾ സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വിശേഷം. അപ്പോൾ ഇതൊരു നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നൊരു ഇൻറ്റീരിയർ ഉള്ളൊരു വണ്ടി, അങ്ങനത്തെ സ്പെഷ്യാലിറ്റി വണ്ടിയുണ്ട് ഗൈസ്. അപ്പോൾ അതാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ് ഗൈസ്. ചെയ്തത് വെച്ചിട്ട് ഇപ്പം റീസെൻ്റ്ലി ചെയ്ത് വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് മുന്നേ ചെയ്തപ്പം മറ്റേ ആ KMS എന്ന് പറഞ്ഞൊരു ബസ്സായിരുന്നു ഇഷ്ടപ്പെട്ടത്. അത്യാവശ്യം ക്ലീൻ വണ്ടിയായിരുന്നു. ഇപ്പോൾ എനിക്ക് ഈ ഒരു ക്രിബേൽ മിറിയാസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബസ്. ഓക്കെ ഗൈസ്, നൈറ്റ് വീഡിയോ ഞാൻ കാണിക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ നൈറ്റ് ലുക്ക് വരുന്നത്. അപ്പം പാർക്ക് ലൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരെണ്ണം അത് കൊടുത്തു കഴിഞ്ഞിട്ട് പണി പാടിയതാണ് ഗൈസ്. അടിയിൽ കൂടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ കത്തുന്നുണ്ട്, അല്ലാതെ നോക്കുമ്പോൾ കത്തുന്നില്ല. പിന്നെ പറയുകയാണെങ്കിൽ ഇൻഡിക്കേറ്റർ, ഹെഡ്ലൈറ്റ് സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് ബാക്കി കാഴ്ചകൾ ഗൈസ്. ഉള്ളിൽ തുറക്കണം ഗൈസ്. ഉള്ളിൽ 2 ബില്ലറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്.
അപ്പം അതാണ് ഉള്ളിലെ കാഴ്ച. പിന്നെ വരുന്നത് നമ്മളെ ബാക്കിലെ ലൈറ്റുകളാണ്. ബാക്കിൽ ഇൻഡിക്കേറ്റർ, ബ്രേക്ക് ലൈറ്റ്സ്. ഗൈസ് ഇതാണ് ഉള്ളിലോട്ട് നോക്കുമ്പോൾ ഉള്ള വ്യൂ. ഗൈസ് അപ്പോൾ കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്ന്. ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ നൈറ്റ് ലുക്ക് എന്ന് പറയുന്നത്. ഏകദേശം നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഡീറ്റെയിൽസ് എല്ലാം നമ്മളെ കൊണ്ട് പറ്റുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം അതാണ് ഇതിൻ്റെ